നമസ്കാരം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടത് സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിക്കാനാണ് UDFന്റെ തീരുമാനം. നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കരിങ്കൊടികൾ ഉയർത്തി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ എല്ലാ മണ്ഡലങ്ങളിലും കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ഭാഗമാകും. UDF കൺവീനർ അടൂർ പ്രകാശ് മലപ്പുറത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമാകും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്തും കരിദിന ആചരണത്തിന്റെ ഭാഗമായി പങ്കെടുക്കും. സർക്കാരിന്റെ ഭരണ പരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും അടക്കം ഉയർത്തിക്കാട്ടിയാണ് UDF പ്രതിഷേധിക്കുന്നത്. അപകടത്തിൽ വലതുകൈ നഷ്ടമായിട്ടും പതറാതെ പഠനത്തിൽ മികവോടെ മുന്നേറി IAS കൈപ്പിടിയിൽ ഒതുക്കിയ പാർവതി ഗോപകുമാർ എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ. തിങ്കളാഴ്ച രാവിലെ കളക്ടർ NSK ഉമേഷിനെ കണ്ട ശേഷമാണ് പാർവതി ചുമതലയേറ്റത്. അമ്പലപ്പുഴ സ്വദേശിനിയായ പാർവതി 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 282ാം റാങ്കോടെയാണ് IAS സ്വന്തമാക്കിയത്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. കഞ്ചിക്കോട് ചെല്ലൻകാവാണ് ആക്രമണമുണ്ടായത്. കർഷകനായ ചെല്ലൻകാവ് സ്വദേശി സുന്ദരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മാവിൻതോട്ടത്തിൽ വെച്ചാണ് ആനയുടെ ആക്രമണമുണ്ടായത്. ഇടുപ്പിനും തോളലിനുമാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. തൊട്ടുമുന്നിൽ കാട്ടാനയെ കണ്ട് ഓടിയപ്പോൾ പരിക്കേറ്റതാണെന്നാണ് വിവരം. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് ഇന്നുകൂടി അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി VHSC പ്രവേശനത്തിന്റെ അപേക്ഷാ സമർപ്പണം ഇന്ന് വൈകിട്ട് 5-ന് അവസാനിക്കും. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള അപേക്ഷാ സമർപ്പണത്തിനുള്ള സമയപരിധിയും ഇന്നുവരെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റിന്റെ ലിങ്കിലൂടെ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാം. ഈ ലോഗിനിലൂടെയാണ് അപേക്ഷാ സമർപ്പണവും തുടർന്നുള്ള പ്രവേശന നടപടികൾ. തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തി. മറ്റക്കുഴി കിഴിപ്പള്ളിയിൽ സുഭാഷിന്റെ മകളാണ് മരിച്ചത്. 8.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് 6-അംഗ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തുന്നത്. CCTV ദൃശ്യങ്ങൾ തെരച്ചിലിന് നിർണായകമായിരുന്നു.